അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഇപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാലോ. ഇല്ല, നീ ചെയ്തു. ഇത് സോൾവ് എടാ, ഇത് സാധാരണ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. എക്സ് ഈക്വൽ ടു 1 ഒരു വ്യത്യാസം വരും അവിടെ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ ഇത് സോൾവ് ചെയ്യണ എങ്ങനെ? നമ്മള് സാധാരണ ഫോർമുല ഏതാ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇത് വെച്ച് സോൾവ് ചെയ്യാം. നീയൊക്കെ എങ്ങനെ എക്സ് ഈക്വൽ ടു 1 കിട്ടിയ? പക്ഷെ റിയൽ റൂട്ട് ഇമാജിനറി റൂട്ട് വരും ഇതിന്റെ അകത്ത്. അപ്പൊ നോക്കിക്കേ, ഈ റൂട്ടിന്റെ ഉള്ളിൽ ഉണ്ടല്ലേടാ, റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണത്? നേരത്തെ റിയൽ വാല്യൂവിൽ സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പൊ അതിന്റെ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരുമ്പോൾ അതിന് ഐയുടെ ഫോമിലോട്ട് ആക്കി വേണം സൊല്യൂഷൻ കാണാൻ. അപ്പൊ എങ്ങനെ വരും? എടാ, ഇത് ബേസിക് സൊല്യൂഷൻ ആണ്. ഇത് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾ ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പഠിക്കണതിന്റെ കാര്യം എന്താണ്? ഈ കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു സാമാന്യ ബോധമുള്ള ഒരാൾക്ക് ഇത് ചെയ്യാവുന്നുള്ളൂ ഈ പ്രോബ്ലം. ഇതൊക്കെ വീഡിയോയിൽ വരേണ്ട ആവശ്യമില്ലാത്ത സംസാരിക്കല്ലേ. ഇത് ചെയ്യും. -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ബി 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 1 2 ഇൻറ്റു 1. റൂട്ട് -3 എന്ന് വന്നല്ലേ, ബൈ 2 ഇൻറ്റു 1. അവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോടാ. അപ്പൊ ലാസ്റ്റ് എങ്ങനെയാ വന്നത്? -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് -3 ബൈ 2. ഈ -3 നമുക്ക് എങ്ങനെ എഴുതാം? ഐയുടെ ഫോമില് -1 ഇൻറ്റു എന്ത് ചെയ്താം? -1 ഇൻറ്റു 3 എന്ന് എഴുതാലോ. ഇനി റൂട്ട് -1ന്റെ വാല്യൂ എന്താ അതറിയാം. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? -1 പ്ലസ് ഓർ മൈനസ് -1 ഇൻറ്റു റൂട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ബൈ 2. ഇപ്പൊ -1 എന്ന് പറയുന്നത് ഐ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് ഐ റൂട്ട് 3 ബൈ 2a. പ്ലസ് ഓർ മൈനസ് എന്തായാലും വരുമല്ലോ, ഇക്വേഷനിലുള്ളതാണല്ലോ. അപ്പൊ ഇതിന് ഇത്ര ചെയ്തിട്ട് എങ്ങനെ ചെയ്തോ? മൈനസ് സൊല്യൂഷൻസ് ആർ -1 മൈനസ് ഐ റൂട്ട് 3 ബൈ 2 ആൻഡ് മറ്റേത് എനിക്ക് പെൻസിൽ 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 ചെയ്താ കഴിഞ്ഞില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. എടാ മിണ്ടാണ്ടിരിക്കടാ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് a plus ib is equal to if a plus ib is equal to
C plus I by C minus I, where C is real, and prove that A square plus B square equal to 1. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അറിയാം എ പ്ലസ് ഐ ബി ഈസ് ഈക്വൽ ടു എന്താണ്, എന്തോ സി പ്ലസ് ഐ ബൈ സി മൈനസ് ഐ. ഇത്ര. ഇനി എന്ത് ചെയ്യണം? കോൺജുഗേറ്റ് വെച്ച് മുകളിലും താഴത്തും മൾട്ടിപ്ലൈ ചെയ്യാം. എന്തിന്റെ കോൺജുഗേറ്റ്? സി മൈനസ് ഐയുടെ കോൺജുഗേറ്റ് വെച്ച് മുകളിലും താഴത്തും മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കിട്ടിയത്. ഇത് സി പ്ലസ് ഐ ദ ഹോൾ സ്ക്വയർ ആയിരുന്നു. ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോം. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഫോർമുല വെച്ച് അത് എക്സ്പാൻഡ് ചെയ്യാം. ഐ സ്ക്വയർ എന്താടാ? അപ്പൊ എന്താവും? സി സ്ക്വയർ എന്താവും അടിയില്? +1. ഇവിടെ -1 ആവേ, അത് ഇട്ട് കൊടുക്കാം. മനസ്സിലായില്ലേ? ഏതുവരെ? കിട്ടും. നമ്മള് ഇതിനെ നമ്മൾ എന്ത് എ പ്ലസ് ഐ ബി ഫോമിലോട്ട് ആക്കണേണ്. ഈ ഒരു സാധനത്തിന് എ പ്ലസ് ഐ ബി ഫോമിലോട്ട് ആക്കും. ഇവിടെ ഇപ്പൊ നോക്കിക്കേ, രണ്ടും കൂടി മിക്സ് ആയിട്ടല്ലേ കിടക്കണ. അങ്ങനെ എ പ്ലസ് ഐ ബി ഫോമിലാക്കിയിട്ട് അതിന് നമ്മൾ എ എടുത്ത് ചെയ്തു. ഇപ്പൊ നോക്കിക്കേ, എ പ്ലസ് 2 ഇതിപ്പോ നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോ ഇപ്പൊ ഇങ്ങനെ ഇട്ടെന്ന് വിചാരിച്ചു 2c പ്ലസ് I3 അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ എ എന്താണ് ഇവിടെ 2c. അപ്പൊ മറ്റേ സാധനം അങ്ങനെ ഇക്വേറ്റ് ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ എടുക്കും. അത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇല്ല, കോൺജുഗേറ്റ് ഇല്ല, ഇത്രയും ചെയ്തില്ലേ. ഇനി അടുത്തതില് ഇതിന് നമുക്ക് എന്താ കിട്ടിയത്? 2c ആയി കട്ടായി പോകോ? സി മുകളിലത്തേന് കോമൺ ഇല്ല. ഇവിടെ 1 അല്ലേ വന്നേക്കണ? ഏത്? സി സ്ക്വയർ അങ്ങനെയല്ലല്ലോ നിനക്ക്. ഇതെന്ന് പറയണ സി സ്ക്വയർ -1. അതായത് ഈ 2c ആയി ക്യാൻസൽ ആയി പോകണ്ട. നിൽക്കട്ടെ ഒരു മിനിറ്റ്. ഇല്ല, അല്ലല്ല, അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കണേ. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മതി. അതിന്റെ ടേംസ് ഇപ്പൊ ഐ മുകളിൽ മാത്രമല്ലേ വന്നേക്കണത്. അപ്പൊ ഇതില് നമുക്ക് സി സ്ക്വയർ -1 ഒരുമിച്ച് ചെയ്ത് സി സ്ക്വയർ -1 ബൈ ഇതെന്താ? ഇതിന്റെ അകത്ത് ഐ ഇല്ല. അപ്പൊ നമുക്ക് എന്താ? സി സ്ക്വയർ +1 പ്ലസ് ഐ ഇൻറ്റു 2c ബൈ എന്ത് വരും? സി സ്ക്വയർ +1. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. വിവേക് ഇവിടെ അല്ല.
ആ അപ്പൊ ഇത് നോക്കിക്കേ, സി സ്ക്വയർ മൈനസ് 1 നമ്മള് സി സ്ക്വയർ മൈനസ് 1 ബൈ സി സ്ക്വയർ പ്ലസ് 1 പ്ലസ് ഈ 2z i2z ബൈ സി സ്ക്വയർ പ്ലസ് 1. അപ്പൊ ഇതിലെ എ ഏതാ? ആ അപ്പൊ എ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? എ സ്ക്വയർ കണ്ടുപിടിക്കുക ചെയ്യുന്നത്. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ക്വയർ എടുക്കാം, പിന്നെ അതുപോലെ ബി സ്ക്വയർ കണ്ടുപിടിക്കാം. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണം. ബി എന്താ ഇവിടെ? 2c ബൈ സി സ്ക്വയർ പ്ലസ് 1. എന്താ ഐ വേണ്ട, ഐ ബി അല്ലേ? എ സ്ക്വയർ പ്ലസ് ബി. ഇപ്പൊ നമ്മൾ എയും ബിയും സെപ്പറേറ്റ് ആക്കി എഴുതി. ഇനി എ സ്ക്വയർ കണ്ടുപിടിക്കുക, ബി സ്ക്വയർ കണ്ടുപിടിക്കുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ a is equal to c square minus 1 by c square plus 1. a square കണ്ടുപിടിക്കും. അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുക്കാം. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ആ കിട്ടിയാടാ? സോ സിംപ്ലിഫൈ ചെയ്തപ്പോ 1 കിട്ടിയാ? കിട്ടിയില്ലേ അവര്? എന്താ ഐ എടുക്കണ്ടടാ? ഇവിടെ എന്തോ പറ്റുന്നുണ്ടോ? a square plus 2ab plus b square. ഇവരെന്താ ഇട്ടേക്കണ പിന്നീട് ക്വസ്റ്റ്യനില്? അല്ലടാ, അത് ഇവിടെ 1 ഇട്ടിട്ട് പിന്നെ ഇവിടെ ഐ ഇട്ടേക്കണ നോക്കും. c square minus 1 അവിടെ 1 അല്ലേ ഇവര് ചെയ്തേക്കണ നോക്കിയേ? മിസ്റ്റേക്ക് ആയിരിക്കും. ആ -1 അവർ ഐ കൊടുത്തു തോന്നുന്നു. കിട്ടിയാണോ? ഇവിടെയോ നിൽക്കുന്നത് നോക്കട്ടെ.
ഇത് a square plus b square ഇട്ടാ a square plus b square is equal to നമുക്ക് c square minus 1 the whole square by c square plus 1 the whole square plus 4c square plus c square plus 1 the whole square. Which is equal to c raised to 4 plus 1 minus 2c square plus 4c square by ഇതിനെ രണ്ടിനും നമുക്ക് ഒരുമിച്ച് എഴുതാം c square plus 1 the whole square. ഈ 4c ഈ മൈനസ് 2c സ്ക്വയറും ഈ 4c സ്ക്വയറും ആവുമ്പോൾ ഏതാ അടിയിലത്തെ എക്സ്പാൻഡ് ചെയ്തില്ല, അതങ്ങനെ തന്നെ ഒരുമിച്ച് എഴുതി ഡിനോമിനേറ്റർ. ഇനി ഇവിടുത്തെ മൈനസ് 2c സ്ക്വയർ പ്ലസ് 4c സ്ക്വയർ എന്ന് പറയുമ്പോൾ c raised to 4 plus 1 ഏതാ ഇല്ല i സ്ക്വയർ എടുക്കണ്ട, b സ്ക്വയർ മാത്രം എടുത്താൽ മതി. ഇപ്പൊ a പ്ലസ് ഐ ബിയില് ഐ ഇല്ലാത്ത ടേം, ഈ ബി എന്ന് പറയുന്നത് ഐ ഇല്ലാത്ത ടേം മാത്രം, അപ്പൊ അത് മാത്രം എടുത്താൽ മതി. അപ്പൊ നമുക്ക് 1 ഇത് നമുക്ക് പ്ലസ് 4c പ്ലസ് 2c സ്ക്വയർ ബൈ c സ്ക്വയർ പ്ലസ് 1 the whole സ്ക്വയർ. അപ്പൊ ഈ c raised to 4 plus 1 plus 2c സ്ക്വയർ എന്ന് പറയുന്നത് 2c സ്ക്വയർ പ്ലസ് 1 the whole സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണിത്. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം, c സ്ക്വയർ പ്ലസ് 1 the whole സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. അപ്പൊ അത് രണ്ടും കൂടി കട്ട് ചെയ്ത് കഴിയുമ്പോ 1 കിട്ടും. ഇങ്ങോട്ട് നോക്കാം. മനസ്സിലായ? ടെക്സ്റ്റ് തന്നേടാ, മനസ്സിലായ? ഈ ചാപ്റ്റർ കഴിഞ്ഞായിരുന്നടാ അന്ന്, നീ വന്നില്ലല്ലോ. ഇനി എക്സാമ്പിൾ 8 എടുത്തേ, മിസ്ലീനിയസ് എക്സാമ്പിൾസ് എടുത്തേ ടെക്സ്റ്റില്. ഇത്ര അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇഫ് എക്സ് പ്ലസ് ഐ വി ഇസ് ഈക്വൽ ടു, ഇതുപോലെ തന്നെയാണോ, ഇഫ് എക്സ് പ്ലസ് ഐ വൈ ഇസ് ഈക്വൽ ടു വൈ, if x plus iy is equal to a plus ib by a minus ib, prove that ഇതുപോലെ തന്നെ കേട്ടാ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. മറ്റേത് സി പ്ലസ് ഐയും സി മൈനസ് ഐയും ആയിരുന്നു, ഇവിടെ എ പ്ലസ്. ചെയ്തോ ഇതുപോലെ തന്നെ. ആ ടെക്സ്റ്റിംഗ് വേഗം കൊണ്ട ഭയങ്കര കണ്ണടയൊക്കെ വെച്ചിരുന്നപ്പോ ഞാൻ ആലോചിച്ച് കഷ്ടപ്പെട്ട് ചെയ്യാനായിരിക്കും.
അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം ഫസ്റ്റ് നമ്മൾ ഇത് കോൺജുഗേറ്റ് വെച്ച് മുകളിൽ താഴത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് അത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ഇത് കിട്ടും. അതിൽ നിന്ന് നമ്മൾ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കണ്ടുപിടിക്കാം. ഐ എടുത്ത് കളയണ്ടേ, അത് ലാസ്റ്റ് സിംപ്ലിഫൈ ചെയ്തിട്ട് ആ കോംപ്ലക്സ് നമ്പറിനെ a+ib ഫോമിലാക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഐ എടുത്ത് മാറ്റിയാൽ മതി. കിട്ടിയാടാ? ആദ്യം കോൺജുഗേറ്റ് വെച്ച് മുകളിൽ താഴത്ത് മൾട്ടിപ്ലൈ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തേ. മുകളിലത്തത് a+ib ഇൻറ്റു a+ib ബൈ a-ib ഇൻറ്റു a+ib. താഴത്ത് അങ്ങനെയാണോ വന്നത്? x+iy is equal to a+ib ഇൻറ്റു a+ib ഡിവൈഡഡ് ബൈ a-ib ഇൻറ്റു a+ib. ഇനി മുകളിലത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. a ഇൻറ്റു a സ്ക്വയർ അങ്ങനെ ചെയ്യട്ടോ. എടാ പുറത്തോട്ട് ഇറക്കണേ രണ്ടെണ്ണത്തിന്. കിട്ടിയാടാ? കിട്ടിയില്ലേ? അപ്പോൾ a+ib കിട്ടിയ എങ്ങനെയാണ്? വെറുതെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ കിട്ടും. ഇനി ib ദ ഹോൾ സ്ക്വയർ i സ്ക്വയർ ഒക്കെ വരുമ്പോൾ -1 ആവും. നോക്കിക്കേ, a സ്ക്വയർ ഈ iab-യും ഈ iab-യും സെയിം നമുക്ക് 2iab എഴുതാം. മൈനസ് ഈ i സ്ക്വയർ എന്ന് പറയുമ്പോൾ -1, അപ്പൊ -b സ്ക്വയർ എന്നാവും ബൈ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. കിട്ടിയാ? നിനക്ക് കിട്ടിയ ആൻസർ കിട്ടിയ? ഫൈനൽ ആൻസർ കിട്ടിയാ? കിട്ടിയാടാ? എനക്ക് കിട്ടിയില്ലേ? ആ ടെക്സ്റ്റ് എടുത്ത് അടിച്ചു വെച്ചിട്ട് തന്നെ തന്നെ ചെയ്തേ. ആ ഇതെന്താ എന്താ കിട്ടാഞ്ഞത്? i സ്ക്വയർ ഒക്കെ ഇട്ട് കൊടുത്താ? ഇത് സ്പ്ലിറ്റ് ചെയ്യണം കേട്ടോ, ഇത് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് x+iy ഈസ് ഈക്വൽ ടു ഇപ്പൊ എന്താ കിട്ടിയത്? a സ്ക്വയർ മൈനസ് b സ്ക്വയർ പ്ലസ് 2iab
ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഇതിന് ഐയുടെ എക്സിന്റെ ടേമും വൈയുടെ ടേമും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ അവിടെ ഐ ഇല്ലാത്ത ടേമുകൾ ഏതൊക്കെയാ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിനെങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2iab ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം? ഇനി എക്സിന്റെ സ്ക്വയർ എടുക്കാം, വൈയുടെ സ്ക്വയർ എടുക്കാം. ആ ഇനി എക്സിന്റെ സ്ക്വയർ എടുക്കുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അടിയിലത്തെ സ്ക്വയറുകൾ ഒരുമിച്ചാക്കിക്കോട്ടാ. പ്ലസ് ഐ വേണ്ട 2ab ദ ഹോൾ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഞാൻ പോണേക്കുമ്പോ എഴുതിക്കൂട്ടാ. ബുദ്ധിജീവിയായി ഇവൻ കണ്ടുപിടിച്ച് ആൻസർ. ഇത്രയും ക്ലാസ് അവൻ അറ്റൻഡ് ചെയ്തിട്ടില്ല അവൻ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹോൾ സ്ക്വയർ. ഇനി നോക്കിക്കേ, ഇനി മുകളിലത്തെ സാധനം എക്സ്പാൻഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോ ഇതുപോലത്തെ ഒരു സാധനം മുകളിലും കിട്ടും. എന്നാലല്ലേ രണ്ടും കൂടി കട്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. പറ്റണില്ല. എന്താ? ഐ സ്ക്വയർ മൈനസ് 1 പ്ലസ് എവിടാ ഐ എടുക്കണ്ടടാ? അവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ എടുക്കണത്? ഐയുടെ ടൈം എടുക്കണ്ട, ഐ എടുക്കണ്ട. നീ അവിടെ ഐ ഇട്ടിട്ടുണ്ടാവും. എവിടെ ഇതെന്ത് സാധനം കാണിച്ചു വെച്ചേക്കണം? ഇതെന്താണ്? ഞാൻ പറഞ്ഞില്ല ഐ സ്ക്വയർ എടുക്കരുതെന്ന്. പിന്നെ ഇനി എന്താ നീ കാണിച്ചേക്കണ ഇവിടെ? അല്ല, നീ എന്താ നീ കാണിച്ചു വെച്ചേക്കണ ഇവിടെ? ഓ, ഇത് എക്സ്പാൻഡ് ചെയ്ത്. ആ ഓക്കെ. ആ ഇനി എന്താ ചെയ്യണ്ട? അവിടെ നോക്കിക്കേ, എ സ്ക്വയർ ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണ് കേട്ടോ. ഇവിടെ വന്നപ്പോ നോക്കിക്കേ, നിന്റെ എ സ്ക്വയർ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആയിപ്പോയി. ഇവിടെ ബിക്ക് സ്ക്വയർ ഉണ്ട്, അതെവിടെ? എ സ്ക്വയർ മൈനസ് ബിയുടെ സ്ക്വയർ എവിടെയാടാ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണ്. ആ ചേട്ടൻ 2 ദിവസം വന്നില്ലല്ലോ, ആ സമയത്ത് എടുത്തയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളില് കിട്ടിയാ? എടാ നിനക്ക് കിട്ടിയാ? ഇനി ഇത് എക്സ്പാൻഡ് ചെയ്തേടാ. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോ എങ്ങനെ കിട്ടും? ആ a square a raised to 4 minus b raised to 4 a square minus 2ab plus b square. കിട്ടിയാടാ? വൈയുടെ കാര്യം എന്തിനാ? ആദ്യമായിട്ട് ട്രിഗണോമെട്രിയുടെ ഇക്വേഷൻ പഠിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഫൈൻഡ് ദ കോൺജുഗേറ്റ് ഓഫ് 3 minus 2i into 2 plus 3i divided by 1 plus 2i 2 minus i. ഇതിന്റെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇതിപ്പോ ഐയുടെ ടേം എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ട് കിടക്കണം.
മനസ്സിലായി? മറ്റേ നമുക്ക് എങ്ങനെയാണ് 2 - 3i കോൺജുഗേറ്റ് അല്ലെങ്കിൽ പോട്ടെ 1/2 - 3i കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തെങ്കിലും മുകളിലും താഴ്ത്തും അതിന്റെ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കും. അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്താണ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ആക്കണം. എന്നിട്ട് അതിന്റെ കോൺജുഗേറ്റ് എടുക്കണം. അപ്പൊ ആദ്യം ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് ഓഫ് ഒരു കുഴപ്പമുണ്ട്. റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? എന്ത് റിയൽ ഇമാജിനറി എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? ഇത് i സ്ക്വയർ അല്ലേ? താഴെ ഉണ്ട്. അപ്പൊ i സ്ക്വയർ ആകുമ്പോ ഇത് രണ്ടും കൂടി ആകുമ്പോഴത്തേക്ക് എന്താവും? 2 കിട്ടിയ ഫൈനൽ ആൻസർ കിട്ടിയ? ഫോർ പ്ലസ് 3 ഇത്രയും കിട്ടിയ? സിംപ്ലിഫൈ ചെയ്തപ്പോ ഇങ്ങനെ കിട്ടിയ? ഇങ്ങനെയാണോ സിംപ്ലിഫൈ ചെയ്തപ്പോ കിട്ടിയ? ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ കോൺജുഗേറ്റ് വെച്ചിട്ട് മുകളിലും താഴത്തും മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ ഇതിന്റെ കോൺജുഗേറ്റ് വെച്ചിട്ട് ഇത്ര എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കോൺജുഗേറ്റ് വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാം. എത്ര കിട്ടി ഫൈനൽ ആൻസർ? 63/20. 16/20. കിട്ടിയാ? 15 63/25. സിക്സ്റ്റീൻ അല്ലേടാ കിട്ടിയ? -69.
മൈനസ് ഇല്ലല്ലോ. 16 എവിടെ നിന്ന് ഏതാ? ആ ഇവിടെ അല്ലേ ഐ സ്ക്വയർ ആകുമ്പോഴത്തേക്കും അല്ലേ മൈനസ്? അല്ല മൈനസ് പോയതോടെ ഐ സ്ക്വയർ ഇട്ടിട്ടാണ് ഞാൻ എഴുതിയേക്കണം. ഇതല്ലേ? ഏതാ ഇതാണോ? ഇത് പ്ലസ്. ആ ഇതില്ല എടാ, ഇതിപ്പോ ഇതാണ് ഫൈനൽ ആൻസർ കിട്ടുന്നത് നമുക്ക്. ആ ഇതാണ് നമുക്ക് ഫൈനൽ. ഇതിന്റെ കോഞ്ചുഗേറ്റ് എന്താ? തിരിച്ചിട്ട്. ആ നന്നായി. അപ്പൊ നോക്കി നമുക്ക് അവസാനം ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 63/25 മൈനസ് 16/25 എന്ന് കിട്ടും. അപ്പൊ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞത് ഈ സാധനത്തിന്റെ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താണ് ഇത്ര ആക്കിയത്. ഇനി ഇതിന്റെ കോഞ്ചുഗേറ്റ് ആണ് ഫൈനൽ ആൻസർ. ഇതിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുമ്പോൾ സൈൻ മാറും. സൈൻ എന്താവും? 63/25 പ്ലസ് 16/25 ആയി, അങ്ങനെയാവും. അപ്പൊ കോഞ്ചുഗേറ്റ് ഇസ് ഈക്വൽ ടു, അതും കൂടെ എഴുതി വെച്ചോ. അല്ലെങ്കിൽ ഇത്രയും ചെയ്താൽ ചില മണ്ണന്മാർ ഇതാണ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എഴുതി കേട്ടോ. ഇന്നല്ല പറഞ്ഞ കോഞ്ചുഗേറ്റ് ഇസ് ഈക്വൽ ടു 63/25 പ്ലസ് I 16/25. അതെറ്റാ കോഞ്ചുഗേറ്റ് സ്പെല്ലിംഗ് നിനക്ക് അറിഞ്ഞൂടെ? CONJUGANT. എന്താടാ? അടുത്ത ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് evaluate 4 root minus 4 plus 5 root minus 9 plus 3 root minus 16. അപ്പൊ നോക്കിയേ ഈ -4 എങ്ങനെ എഴുതാം? മൈനസ് അങ്ങനെ -4 വെറുതെ റൂട്ട് -4 എങ്ങനെ എഴുതും നമ്മള്? റൂട്ട് -1 ഇൻറ്റു റൂട്ട് 4. ആ അപ്പൊ ലാസ്റ്റ് എങ്ങനെ വരും? ആ അതുപോലെ എഴുതിയിട്ട് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. ശരിയാണ്. ചെയ്യണം. ആ എടാ കണ്ടുപിടിച്ചടാ. റൂട്ട് 4 എന്താടാ? ആ ദൈവമേ ബോധമില്ലാണ്ടായ. $35 കേട്ടോ. എടാ മിണ്ടാണ്ടിരുന്നടാ. ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് കേട്ടോ. മാനസും വിവേകും.
അടുത്തത് നമ്മള് കഴിഞ്ഞാടാ 35 ആയി. അടുത്ത് നോക്കിയേ, കോംപ്ലക്സ് നമ്പേഴ്സിനെ നമുക്ക് ഗ്രാഫിക്കലി എന്ത് ചെയ്യാം, റെപ്രസെന്റേറ്റ് ചെയ്യാം. അതില്ല, ഈ ഒരു പോർഷൻ ഇല്ല. അപ്പൊ ഇതെന്താ, മിസ്ലീനിയസ് ഇല്ലേ? മിസ്ലീനിയസിൽ അത് വരുന്നില്ല അല്ലേ? മിസ്ലീനിയസ് എക്സസൈസ് ഉണ്ടോ? മിസ്ലീനിയസ് എക്സസൈസ് അതുണ്ട്. അത് എത്ര എണ്ണം ഉണ്ട്? അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തേ. ഫസ്റ്റ് അല്ല, പക്ഷെ ആ ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. ഈ കോംപ്ലക്സ് നമ്പേഴ്സ് ഒറിജിൻ ചെയ്യണം അവിടെ. ശരിക്കും കൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നാൽ എങ്ങനെ കണ്ടുപിടിക്കും വാല്യൂ? അവിടെയാണ് കോംപ്ലക്സ് നമ്പേഴ്സിന് സ്റ്റാർട്ടിങ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ അറിയാൻ നീയൊക്കെ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെന്നേ പറയുള്ളൂ. അത് സോൾവ് ഗ്രാഫ് ഉണ്ടോ? ഇല്ലല്ലോ, വേറൊന്നുമില്ല. ഗ്രാഫിക്കല് നമുക്ക് ഇതാക്കി നോക്കിക്കേ. ഇപ്പൊ 4+4-3 ഇതാണെങ്കിൽ നോക്കിയേ I3. അപ്പൊ ഇതിന് നമ്മുടെ ഗ്രാഫിക്കലി വരയ്ക്കുമ്പോ എവിടെ വരും ഈ പോയിന്റ്? 4 എന്ന് പറയുന്നത് ഇവിടെ എക്സിന്റെ ഇത് 4, ഇതെന്താണ് ഐയുടെ. അപ്പൊ -3 എന്ന് പറയുമ്പോ ഇവിടെ ഈ ഒരു ഇവിടെ ആയിട്ട് വരും. അപ്പൊ 4 ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4, -3 ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ലൊക്കേറ്റ് ചെയ്യാം. അതാ പറഞ്ഞത്. അല്ലല്ല 4 4 കേട്ടാ, അത് മാത്രമേ ജസ്റ്റ് പറഞ്ഞോളൂ അതിന്റെ അകത്ത്. എടാ ഇത് നോക്കി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തേ. മിസ്ലീനിയസ് എക്സസൈസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇവാലുവേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് എടാ മിണ്ടാണ്ടിരുന്നേടാ. ഇവാലുവേറ്റ് I⁻18 plus 1/i whole raised to 25 whole cube. എന്താ അപ്പൊ ഇത് ചെയ്യാൻ നോക്കിക്കേ. നമുക്ക് I⁻18 നമുക്ക് എങ്ങനെ എഴുതാം? I⁻16 ഇൻറ്റു എന്തെന്ന് എഴുതാം? I² എഴുതാം ഇല്ലേ? പ്ലസ് നോക്കിക്കേ, ഈ 1/I⁻25 നമുക്ക് എങ്ങനെ എഴുതാം? I⁻24 ഇൻറ്റു I എഴുതാല. I⁻24 ഇൻറ്റു I എഴുതണം. എന്തിനാടാ നമുക്ക് 24 ഇൻറ്റു I എന്ന് മാത്രം എന്തിനാ എഴുതണം? 4ന് മൾട്ടിപ്ലൈ ആയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ നോക്കണം. 16 എഴുതിയത് അതുകൊണ്ടാണ്. അപ്പൊ ഇതിനാദ്യം ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ഹോൾ റേസ്റ്റ് എങ്ങനെ വരും? ഇത് നമ്മൾ അങ്ങനെ തന്നെ എഴുതി ഹോൾ ക്യൂബ് എന്ന് വരും. 25 + 3 ഇൻറ്റു ഹോൾ റേസ്റ്റ് 3 അപ്പൊ I⁻16 ഇനി എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, 1 ആണ്. അപ്പൊ I² plus 1/i the whole cube. പിന്നെ I² - 1 ആയതുകൊണ്ട് 1 - I/i. 25 കിട്ടിയാടാ? I² വാല്യൂ എന്താ? -1 plus 1/i. ഐയുടെ വാല്യൂ എന്താ? അത് വേണ്ട. പിന്നെ 1/i നമ്മൾ നേരത്തെ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. 1/i എന്ന് വന്ന് നമ്മൾ മുകളിലും താഴത്തും I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും.
അപ്പൊ അതുപോലെ ഈ 1/i മുകളിലും താഴത്തും i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? i/i² എന്ന് വരും. അപ്പോ i/, ഏത് ഇനി നമുക്ക് എന്താ അയ്യും കട്ടാക്കി കളയാലോ. ആ -i² വാല്യൂ എന്താടാ? i² വാല്യൂ എന്താ? -1. അപ്പൊ ആ -1 ഇവിടെ കൊടുക്കാലോ നമുക്ക്. i² വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ മൈനസ് വരുള്ളൂ. ഈ i² വാല്യൂ കൊടുക്കുമ്പോഴാണ് മൈനസ് വരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു -1. ഈ i² -1 അല്ലേ, അപ്പൊ അടിയിൽ -1 കൊടുക്കുമ്പോ ഇതെന്താകും? -i². ഇനി ഇത് നമുക്ക് സാധാരണ രീതിയിൽ ക്യൂബ് ചെയ്തെടുക്കും. നിനക്ക് ഏതാ കിട്ടിയ? ഇനി അത് ക്യൂബ് ചെയ്തെടുക്കും നിങ്ങളെ തന്നെത്താനെ. നിനക്ക് എന്താ പ്രശ്നം? -5 അതെങ്ങനെ കിട്ടി? നീ എന്ത് ചെയ്ത്? ചെറിയ തെറ്റുണ്ട്. a³ minus 3a a minus b the whole cube in the equation. a³ minus 3ab² plus 3ab a³ minus 3a² b plus 3ab² minus b. പിന്നെ ബോഡി കിട്ടിയ പോലെ നീ ഇങ്ങനെ തന്നെ ചെയ്യ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണ്ട. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ അടിയിൽ i³ പോന്നാടാ എനിക്ക്. അപ്പൊ അടിയിൽ i³ വരൂലേ? അപ്പൊ ഇങ്ങനെ തന്നെ 2 minus 2a ഇത് തന്നെ. എന്റെ ഫോർമുലേറ്റ് ആണോ? a minus b the whole cube. a minus b the whole cube. ഈ ഫോർമുലേറ്റ് ആയിരിക്കും എഴുതിപ്പോയാ മാറിപ്പോയെന്ന് പറഞ്ഞപ്പോഴേ അവൻ പറഞ്ഞ ശരിയാ. സമയോ കിട്ടിയാ? 2 minus 2a കിട്ടും ലാസ്റ്റ്. ഇത് a b എന്നൊക്കെ എഴുതിട്ടേ i വെച്ച് മുകളിൽ താഴത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ താഴത്ത് മുകളിൽ കിട്ടിയാ? 3ab² 3a ഏതാടാ? 3ab² അല്ലേ? അപ്പൊ i² എന്താ? -1. അപ്പൊ ഇവിടെ എന്താവും? മൈനസ് ആവും. -1 the whole square അല്ലേ? എടാ ഇവിടെ മൈനസ് വരും. 3ab² 3 into
-1. ആ ആ അപ്പൊ പ്ലസ്. ആ പ്ലസ് മൈനസ് ബി ക്യൂബ്. ഐ ക്യൂബിന് വാല്യൂ എത്രയാടാ? ഐ ക്യൂബിന്റെ വാല്യൂ എന്താ? ആ അപ്പൊ അത് ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താടാ? ടു മൈനസ് ടു ആയില്ലടാ. മനസ്സിലായ? അവനിരുന്ന് ആലോചിക്കണേ. ഞാൻ എവിടെ നിർത്തുമ്പോ അവൻ ആലോചിക്കും എവിടുന്ന തുടങ്ങിയേക്കണേ. കിട്ടിയാ? ഞാൻ ലാസ്റ്റ് ജയിക്കൂട്ടെ ഇതൊക്കെ ഏതെങ്കിലും ഒരെണ്ണം. ഇതെത്ര? എടാ മറ്റേ ഇമാജിനറി അത് ഉണ്ടാടാ നിങ്ങക്ക്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടാ? അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കുക. റെഡ്യൂസ് എടാ അടുത്ത ക്വസ്റ്റ്യൻ റെഡ്യൂസ് reduce എടാ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താടാ? സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ്. ആ അപ്പൊ ഇതിനെ നമ്മൾ A+IB ഫോമിലോട്ട് ആക്കണം. ആ റെഡ്യൂസ്ഡ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ A+IB ഫോമിലോട്ട് ആക്കണം. ചെയ്തോ? ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കോൺജുഗേറ്റ് വെച്ച് ഇത് ആദ്യം എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നാൽ ആദ്യം ബ്രാക്കറ്റോ ഇതിനെല്ലാം എന്ത് ചെയ്യണം? LCM അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. എന്നിട്ട് ഇതേ ഇൻറ്റു ഇത് ചെയ്യണം. ലാസ്റ്റ് ഒരു കുഞ്ഞു സാധനം കിട്ടും. അടിയിലത്തെ സാധനം വെച്ച് കോൺജുഗേറ്റ് വെച്ച് മുകളിലും താഴത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെയൊക്കെ കാണിക്കാം. ലാസ്റ്റ് ഞാൻ തന്നെ എൻ്റെ കൂടെ ചെയ്തു. നിനക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. ചോദിച്ചാൽ തന്നെ 1 മാർക്കിന് ചോദിക്കും. ആദ്യം ബ്രാക്കറ്റുകളൊക്കെ ഇത് രണ്ടും LCM എടുത്തേ. ആദ്യം A+IB ഫോമിലോട്ട് ആക്കാം. സമയം ഉണ്ടെങ്കിലാ. ഒന്നും ചെയ്യാനില്ലാണ്ട് ഇപ്പൊ സമയം കിട്ടിക്കോളും കുറെ. ഒരു മിനിറ്റ് കേട്ടോ. ഹലോ 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 ആ ക്രോസ് മൾട്ടിപ്ലൈ ഉണ്ട്. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഇൻറ്റു അല്ലേ? അടിയിലത്തെ എന്തായിട്ടേക്കണ? ഇതിനെ സ്ക്വയർ ആക്കിയിട്ട് ഇതിനെ മൾട്ടിപ്ലൈ. ആ അതിനെ രണ്ടിനും ഒരുമിച്ച് ആക്കല്ലോ. 5² മൈനസ് ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്യാലോ.
ഹലോ, അത് കുഴപ്പമില്ല. എന്താ മധുരം ഷുഗറിന്റെ ഗുളിക കഴിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞാ കുഴപ്പമില്ലല്ലോ. ആ മാറ്റിയാ എന്നാ വിത്തോട്ട് മേടിക്കും. ആ വേണ്ട. ആ അത് അമ്മയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ആ അത് മതി. എന്തായാലും ചെയ്താടാ. എന്താടാ? +5 ആണോ കിട്ടിയത്? ആണോ? ഇനി ഇതിന്റെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം കേട്ടോ. ഇതൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യൽ കളിയാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്. (33 + 31) ആയി by 28 - 10 ആയി. 28 - 10. ആ ഇനി അതിന്റെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തോ മുകളിലും താഴ്ത്തും. അപ്പൊ ഫൈനൽ ആൻസർ കിട്ടും. കിട്ടിയാ? ഞാൻ എഴുതാം. ആ ദേ എൻ്റെ വെറുതെ വായിലിരിക്കണ കേൾക്കണ്ട കേട്ടാ. നീ എന്താടാ? ഇതാണോ കിട്ടിയത്? ഇല്ലേ? -10 ആയി. ആണോ? 5 - 15 മൈനസ് അല്ലേ? 5 - 15 കുറച്ച് എത്ര?
എടാ ഈ 3i² എന്താവും? i² വാല്യൂ -1 എടുക്കുമ്പോൾ 28 + 3 28 ആവും. പിന്നെ 5 - 59 എന്ന് പറയുമ്പോൾ -10 ആയി വരും അടിയിൽ. ഇനി ഇതിന്റെ കോൺജുഗേറ്റ് വെച്ച് മുകളിൽ നിലത്ത് മൾട്ടിപ്ലൈ. വലിയ വാല്യൂ ഇല്ല, കുഞ്ഞു വാല്യൂ വരുള്ളൂ. റൂട്ടൊക്കെ വരുമായിട്ട്, റൂട്ടല്ല, ആ വലിയ വാല്യൂ വരും. എന്താടാ? സിക്സ് 1 4 ആണാടാ. 624 884. ഇതാണ് ഫൈനൽ ആൻസർ. ഇനി എല്ലാ ഈവൻ നമ്പേഴ്സ് ആയിട്ട് എല്ലാത്തിനും 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഫൈനൽ ആൻസർ 307 + 599 ആയി. ആ എല്ലാത്തിനും 2 വെച്ച് ഡിവൈഡ് ചെയ്യാലോ ഈവൻ നമ്പേഴ്സ്. പിന്നെ ഇവിടെ ഇനിയും വേണമെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഓഡ് നമ്പർ വന്നുകൊണ്ടിട്ട് കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്തോണ്ടിട്ട് ആ എന്താടാ അതാണ് നിന്റെ ക്വസ്റ്റ്യൻ. കിട്ടും, മാർക്ക് കിട്ടും. പക്ഷെ ഇത് ഡിവൈഡ് ചെയ്യാൻ ഇതിപ്പോ ഈവൻ നമ്പേഴ്സ് അല്ല. അപ്പൊ ഡിവൈഡ് ചെയ്യണമെന്ന് എന്താ ബുദ്ധിമുട്ട്? സമയം ഇല്ലെങ്കിൽ ഇത് ചെയ്ത ഫുൾ മാർക്ക് കിട്ടും. സമയം ഉണ്ടെങ്കിൽ അവസാനം ഡിവൈഡ് ചെയ്യും. ചില മടന്മാര് ഡിവൈഡ് ചെയ്തിട്ട് തെറ്റിച്ച് വെക്കരുത് കേട്ടോ. ഇതാണ് ഫൈനൽ ആൻസർ. എന്നിട്ട് ഇതിനെ നോക്കിക്കേ, സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ആക്കാല്ലേ പറഞ്ഞേക്കണ. അപ്പൊ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് 307 ബൈ പ്ലസ് ഐ ഫസ്റ്റ് ചെയ്തണോ കേട്ടോ. ലാസ്റ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ഫോം അല്ല അത്. ആരാ ലാസ്റ്റ് ചെയ്ത കുഴപ്പമില്ലെന്ന് വെച്ചാൽ നീ ആയിരിക്കും. നീയാണ് ചോദിച്ച ഇവന്റെ ആക്ഷൻ കണ്ടപ്പോൾ ഇവനായിരിക്കും.
നീ ഇത്ര നോക്കിക്കേ, പഠിപ്പിച്ചത് ഇന്ന് പഠിപ്പിച്ചെല്ലാം നോക്കും. മിസ്ലീനിയസിന് 2-3 ഇനി അടുത്ത ചാപ്റ്റർ ഏതെടുക്കണ്ട? മിസ്ലീനിയസിന് 2-3 ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു ചാപ്റ്റർ. അടുത്ത ഏതെടുക്കണ്ട? ഇതിന്റെ റിവിഷൻ ഫസ്റ്റ് ചാപ്റ്റർ നീ നേരത്തെ വന്നാൽ മതി, 4 മണിക്ക് വന്നി. ഇന്ന് ചെയ്തത് മൊത്തം നോക്ക്. അതിന് ഞാനൊരു ക്വസ്റ്റ്യൻ ഇടും കേട്ടോ. എന്നെ നോക്കാലോ പറഞ്ഞ അത് ഇന്ന് നോക്കാം. ഇന്ന് എഴുതി ഇന്ന് പഠിച്ചത്. ഈ ക്വസ്റ്റ്യൻ ഇടണോ നിനക്ക്?